എല്ലാവർക്കും പ്രശ്നക്കാർ മാത്രമേ ഉള്ളൂ. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ? എല്ലാവർക്കും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നം മാറിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ അനോയിൻറ്റിങ്, ഒരു കൃപ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ എല്ലാവരും സ്തുതിക്കണം. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ ഞാൻ മാത്രമല്ല, നമ്മൾ സഭ എല്ലാവരും ഈ ദൂത് ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആമേൻ. എത്ര പേരതിന് തയ്യാറാകും? ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവിടെ ഭയങ്കരമേറിയ വിടുതലുകൾ സംഭവിക്കും. ഞാനിന്ന് രാവിലെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു, നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഫാനാകണം. ഫാൻ എന്തോ ഫാൻ എന്ന് വെച്ചാൽ ഈ കറങ്ങുന്ന ഫാനല്ല. ദൈവത്തിൻ്റെ ഫാനായി നിങ്ങൾ തീരണം. ദൈവത്തിൻ്റെ ഫാനായി നിങ്ങൾ തീരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ സ്തുതിക്കും, സ്തോത്രം ചെയ്യും, ആരാധിക്കും, ഡാൻസ് ചെയ്യും, ദൈവത്തെ അറിയാതെ സ്തുതിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെ ഇപ്പം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വഴിയൊക്കെ ചിലർ അടയ്ക്കുമ്പോൾ നമുക്ക് അവരോടല്ലയോ വൈരാഗ്യം. അങ്ങനെയല്ലേ ആനന്ദമില്ലേ? ചിലർ നമ്മുടെ വഴി അടച്ചാൽ പിന്നെ അവരോട് വലിയ വൈരാഗ്യം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആര് വഴി അടച്ചാലും ഓർത്തോണം, ആ പോകാനിരുന്ന വഴിയിലൂടെ പോയി നമ്മുടെ സമയവും പണവും നഷ്ടമായി പോകും. അതുകൊണ്ട് നഷ്ടമാകാതിരിക്കാൻ ആമേൻ അവരാ വഴി അങ്ങ് അടച്ചെന്നേ ഉള്ളൂ. അവർ വഴി അടച്ചപ്പോൾ ലാഭകരമായ ഒരു വഴി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ശത്രു നമ്മുടെ വഴികൾ അടയ്ക്കട്ടെ, സാരമില്ല. അത് അവൻ നമ്മുടെ സമയം വേസ്റ്റായി കളയാതിരിക്കാൻ അവൻ അടച്ചതാ. എന്നാൽ സമയം ലാഭമാകത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികൾ തുറന്നിരിക്കുകയാണ്. ഇവിടെയും ചിലരൊക്കെ ഉണ്ട് ദൈവത്തിന്റെ ഫാൻ. അവൻ തലവെച്ചാൻ ദൈവത്തിന്റെ ഒരു ഫാനാ. എന്താ കാരണം? അദ്ദേഹം അലറി ചാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ഫാനാണോ? ആണോ? അതോ മനുഷ്യന്റെ ഫാനാണോ? ഇന്ന് പകൽ നിങ്ങൾ എന്റെ ഫാനാകണ്ട, നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ ഒരു ഫാനായി മാറണം. നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞേ, എനിക്ക് ദൈവത്തിന്റെ ഒരു ഫാനായി മാറണം, എനിക്ക് ദൈവത്തിന്റെ ഒരു പാഷനായി മാറണം, എനിക്ക് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. Oh, in the name of Jesus, in the name of Jesus. Hallelujah, hallelujah. ആമേൻ. ഒരു കാര്യം ഓർത്തോണം, നശിക്കുന്ന ജനത്തിനു വേണ്ടി ഫാനാകാനല്ല കർത്താവ് ഓർപ്പിക്കുന്നത്, നിലനിൽക്കുന്ന ആമേൻ ദൈവരാജ്യത്തിന്റെ ഫാനായി ഞാനും നിങ്ങളും മാറണം. അങ്ങനെ മാറുമ്പോൾ സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ, അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരാളിനെ കൂടുതൽ സ്നേഹിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പം വിടുമ്പം ഭയങ്കര മനപ്രയാസം ഇല്ലയോ? ഇതുപോലെ നമ്മുടെ കർത്താവിനും നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര കയ്യടി. പക്ഷേ വരുന്ന ആഴ്ച ഉപവാസം എൻ്റെ വീട്ടിൽ, അതിൻ്റെ അങ്ങേ ആഴ്ച എൻ്റെ ഉപവാസം എൻ്റെ വീട്ടിൽ. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി മീറ്റിംഗ് വരുമ്പോൾ ആദ്യം കൊടുക്കും. കാലം കഴിഞ്ഞ് വന്നപ്പോൾ ഏറ്റവും പുറകിൽ കൊടുപ്പ് തുടങ്ങി, പിന്നെ കൊടുക്കാതായി.
ഈ ഫാനിലേക്ക് പോകരുത്. തുടങ്ങി വെച്ചത് അവസാനം വരെ എത്തിക്കണം. ഹല്ലേലൂയ. തുടങ്ങി വെച്ച കാര്യങ്ങൾ നിർത്തിക്കളയരുത്. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദ്യത്തേതിനേക്കാൾ നമ്മുടെ അവസാനം ഏറ്റവും നന്നായിരിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടാൻ വേണ്ടിയല്ല കർത്താവിനെ ഫോളോ ചെയ്യുന്നത്. നിത്യതയുടെ സന്തോഷമോർത്ത് വേണം നാം ആ കർത്താവിനെ ഫോളോ ചെയ്യുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ക്ഷീണിച്ചും തളർന്നും ഇരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്താ വേണം? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മുടെ ദൈവം സ്തുതികളിൽ ആമേൻ വസിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്തുതിക്കുമ്പോൾ ഒരു വീട് ബിൽഡ് ചെയ്യുക, ഒരു ഹൗസ് ബിൽഡ് ചെയ്യുക. ഒരാൾ വസിക്കുന്നത് വീടിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിക്കകത്ത് ദൈവം വസിക്കുന്നു. ആ കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിക്കുന്നു. ആ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്തുതി മുഖാന്തരം ആരാധന വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ വന്നതുപോലെയല്ല, സ്തുതിക്കാൻ വാ തുറന്നാൽ നമ്മുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വാ തുറന്ന് സ്തുതിച്ചാട്ടെ, വാ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നോ പണം കിട്ടാനാണോ, രോഗസൗഖ്യം കിട്ടാനാണോ? ഇതെല്ലാം ബൈബിളിലുണ്ട്, ഇതെല്ലാം ഉണ്ടാകുമെന്ന്. പക്ഷേ ഇതിനപ്പുറത്തൊരു കാര്യമുണ്ട്. എറ്റേണിറ്റി, നിത്യത എന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരായി തീരണം. സ്തോത്രം. എന്താ നമുക്ക് ശരിക്കും സ്തുതിക്കാൻ പറ്റാത്ത അറിയാവോ? നമ്മൾ ഈ സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കാതെ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ആ സ്തുതിയുടെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ മറ്റു പല കാര്യങ്ങൾക്കകത്തും ഏർപ്പെട്ട് നമ്മുടെ ആ ധൈര്യം നഷ്ടപ്പെടുന്നു, പ്രയർ ലൈഫ് നഷ്ടപ്പെടുന്നു, ആമേൻ, കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ഉണങ്ങിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. പലപ്പോഴും പല കാര്യങ്ങൾക്കും എടുത്ത് സ്റ്റെപ്പ് ചെയ്യാൻ മടി വരുന്നത് എന്താണെന്നറിയാമോ? കർത്താവുമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയും. അന്നേരം പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഒരു കാലത്തും മറന്നു പോകരുത്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ആമേൻ, ദൈവം മറക്കത്തില്ല, പക്ഷെ മനുഷ്യർ മറന്നു പോകുന്നു. മനുഷ്യർ ചെയ്ത ഉപകാരങ്ങൾ പലതും മനുഷ്യർ മറന്നു പോകുന്നു. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും ആമേൻ മനുഷ്യർ മറന്നു പോകുന്നു. എന്നാൽ ദൈവം ഒരിക്കലും, ദൈവരാജ്യത്തിന് വേണ്ടി നാം ചെയ്തത് ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, വേദനകൾ ഒന്നും നമ്മെ തകർക്കാനല്ല, എല്ലാം നമ്മെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 11 അധ്യായം 23 വാക്യം വായിച്ചാട്ടെ. 2 Corinthians chapter 11 verse 23.
ആ ആ ആ ആ ആ ആ മതി. ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് അനുഭവിച്ച വലിയ പെയിൻഫുൾ സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിച്ചത്. സ്തോത്രം. താൻ അവിടെ അനുഭവിച്ച വ്യഥകൾ താൻ സങ്കടത്തോടെ പറയുകയല്ല, താൻ സന്തോഷത്തോടെ പറയുക. ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഈ കഷ്ടതകളെല്ലാം അനുഭവിച്ചു എന്നുള്ളത് ദുഃഖത്തോടെയല്ല. നമ്മളാണെ പറയും, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി തെറിവിളി കേട്ടു, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഉറക്കളച്ചു, എല്ലാം കംപ്ലൈൻറ്റ്, അങ്ങോട്ട് പിന്നെയും കംപ്ലൈൻറ്റാ. കർത്താവ് ഈ കംപ്ലൈൻറ്റ് കേൾക്കാനല്ല നമ്മളെ വിളിച്ചത്. ഇനിയും കർത്താവെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആമേൻ, ഇതെല്ലാം കേൾക്കുമ്പോഴും നമുക്ക് ദൈവം ബലം തരുന്നു, ദൈവം നമുക്ക് പ്രത്യാശ തരുന്നു, ദൈവം അതിശക്തമായി നമ്മെ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ഉപയോഗിപ്പാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ആമേൻ. കഷ്ടത, പട്ടിണി, ഉപദ്രവം, ആക്ഷേപം, വാള്, നിന്ന, പരിഹാസം, ഇതെല്ലാം വന്നിട്ടും പൗലോസ് ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. താൻ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസമുള്ള ഒരു രണ്ട് കരവും അടിച്ചൊരു സ്തോത്രം ചെയ്തേ. കർത്താവ് വിളിച്ച ദൈവമായി, അവൻ നമ്മെ നടത്താൻ അവൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായം തുറന്നേ, വായം തുറന്നേ. ഇന്ന് പോലെ വരാൻ ഞാൻ ഇനിയും പിറുപിറുക്കത്തില്ല, കുറ്റം പറയത്തില്ല. ഈ ദൈവത്തോടുള്ള സ്നേഹം വരുമ്പം ഇങ്ങനെയുള്ള സംസാരങ്ങളെല്ലാം മാറും. നമുക്ക് ആ കർത്താവുമായിട്ടുള്ള, ഇന്നലെ ഞാൻ വേറെ 90-85 വയസ്സുള്ള കുഞ്ഞമ്മച്ചിയെ പോയി കണ്ടു. എന്തൊരു സന്തോഷം. എൻ്റെ എല്ലാ കാര്യവും എല്ലാ മക്കളുടെയും പേര് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ വേണ്ടാത്ത റോങ് ഇൻഫർമേഷൻസ്, റോങ് തിങ്കിങ്, ഇതെല്ലാം കയറ്റി തലയും ഹൃദയവും പുണ്ണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രായമാകും തോറും രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. കർത്താവ് പറയുന്നു, ഇന്ന് പകൽ ചിലരുടെ ടേണിംഗ് പോയിന്റാ. ചിലരുടെ ജീവിതത്തിൽ വലിയ ഒരു ഷിഫ്റ്റിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? കഷ്ടത വരട്ടെ, പട്ടിണി വരട്ടെ, ഏതെങ്കിലും പ്രോസിക്യൂഷൻ വരട്ടെ, അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ചിലർക്ക് ജോലിക്കകത്ത് കയറിയാൽ സ്ഥിരം നിൽക്കാൻ പറ്റുകയില്ല, ചിലർക്ക് ബിസിനസ്സിൽ സ്വസ്ഥത കാണുകയില്ല, ചിലർക്ക് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവിടെ സ്വസ്ഥത കാണുകയില്ല. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, ചിലരുടെ ജോലിയൊക്കെ പല പ്രാവശ്യം പോയി വരുമ്പം ചിലരെ ദൈവം ആഗ്രഹിക്കുന്ന വേറൊരു തുറ, കർത്താവിൻ്റെ വേലയിലേക്ക് ചിലരെ കൊണ്ടുവരും. അതിന് ദൈവത്തിൻ്റെ ചില പ്ലാനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് ചിലർ ജോലി വിട്ട് വേലയ്ക്കിറങ്ങത്തക്കവണ്ണം ദൈവം ഇതിനകത്ത് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രവാചന സദരജനഘടക ശംദൽ പ്രവാദന ഓ റബബബബബബബ ജിബലബബബ ദാരബഖലബ ശംദലബഖലറബ
Oh, in the name of Jesus. പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അവനെ ശ്രേഷ്ഠതയിലേക്ക് നയിച്ചു. കപ്പല് പോയാലും യാത്ര മുടങ്ങിയാലും അണലി കടിച്ചാലും തൻ്റെ ഉള്ളിലുണ്ട്, പൗലോസേ, നീ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഇന്ന് പകൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നീ തകർന്നു പോകത്തില്ല. ഇതിനപ്പുറത്തൊരിടത്ത് എനിക്ക് നിന്നെ നിർത്താനുണ്ട്. അതിനിപ്പുറത്തുള്ള കോർണർ സ്റ്റോണുകൾ, മയിൽക്കുറ്റികൾ, പ്രശ്നങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ഫുൾഫിൽ ചെയ്യും. ജഗദല പ്രവാദന in the name of Jesus. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ കൊണ്ട് വലിയൊരു കാര്യം ചെയ്യിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ സൺഡേ സർവീസ് കഴിയുമ്പോൾ ചിലരൊരു വലിയ തീരുമാനമെടുക്കും ദൈവവേലയോട് ബന്ധപ്പെട്ട്. ചിലരെ ദൈവം പറിച്ച് ചില ഇടങ്ങളിൽ ദൈവം നടും. ചിലർ ചുറ്റി സഞ്ചരിച്ച് യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവം ചില സ്ഥലങ്ങളിൽ ഉറപ്പിച്ച് നിർത്തി. ആമേൻ. ഹിന്ദിക്കാരുമായിട്ടൊക്കെ ബന്ധം വരുന്ന നിലയിൽ ഒക്കെ കേരളക്കരയിൽ ദൈവം ചിലരെ നിർത്താൻ പോവാ. ദൈവത്തിൻ്റെ അസാധാരണമായ പദ്ധതിയിലേക്ക് ദൈവം ചിലരെ എത്തിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്നു മുതൽ എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അതോടെ ചില രോഗങ്ങൾ ഓടിമറയും. അതോടെ ചില രോഗങ്ങൾ ഓടിമറയും. ചില പ്രശ്നങ്ങൾ ഓടിമറയും. ചില വിടുതലുകൾ സംഭവിക്കും. ഇന്ന് പകൽ ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോവുക. അത്ഭുത പ്രവർത്തികൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിച്ച് പ്രാർത്ഥിക്കും? നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ നന്മയായി മാറാൻ പോകുന്നു, ഒരനുഗ്രഹമായി മാറാൻ പോകുന്നു. ശുശ്രൂഷയിൽ നിങ്ങളെ ദൈവം ഇറക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിങ്ങളിൽ ചെയ്യിക്കാൻ പോകുന്നു. ആമേൻ. ഇവിടെ വായിച്ചു കേട്ട ഈ വചനം, ആമേൻ, പൗലോസ് വലിയ കഷ്ടങ്ങളിലൂടെ പോയി. അവിടെ എഴുതിയിരിക്കുന്നു, ദ അപ്പോസ്തലൻ പോൾ വാസ് എ പ്രീച്ചർ, missionary and a writer of 2/3 of the book of the New Testament. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ ഭയങ്കരമേറിയ ഒരു പ്രീച്ചറായിരുന്നു, പ്രാസംഗികനായിരുന്നു, ഒരു വലിയ മിഷണറി, ഒരു അപ്പോസ്തലനായിരുന്നു, താൻ എഴുത്തുകാരനായിരുന്നു. ആമേൻ. ഒരു ജൂയിഷ് മേഖലയിൽ നിന്ന് താൻ ഒരു വലിയ കൺവേർഷനിലൂടെ പുറത്തു വന്ന, ആമേൻ, ഒരു വ്യക്തിയായി ദൈവം തന്നെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ ഉന്നതന്മാർ വെളിയിൽ വരാൻ പോകുകയാണ്. ഇതുവരെ ഭരണകൂടത്തിനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങാത്ത, ആമേൻ, ചില കാര്യങ്ങൾ, പ്രാർത്ഥിച്ചു തുടങ്ങാത്ത സത്യപ്രതിജ്ഞയിൽ ഒക്കെ വരുന്ന മേഖലകളിൽ പ്രയറിന് ഇമ്പോർട്ടൻസ് വരാൻ പോവാ. പ്രയറിന് ഇമ്പോർട്ടൻസ് വരും, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് വരും. ആമേൻ. ബൈബിളിലെ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത, ആമേൻ, 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 സ്റ്റേറ്റുകളിൽ, ഇടങ്ങളിൽ ഇത് പറയുവാൻ ദൈവം കാരണമാക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്തോ വലിയ മാറ്റം, ഒരു വലിയ മൂവ്മെന്റ്, ഒരു വലിയ വ്യത്യാസത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്.
കർത്താവ് അത് ചെയ്യും. വലിയൊരു മൂവ്മെന്റ്, പ്രാർത്ഥിക്കുന്ന ഒരു മൂവ്മെന്റ്, വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു കൂട്ടം മൂവ്മെന്റ്. ആമേൻ, സ്തോത്രം. ദൈവത്തിന് വേണ്ടി അവസാനം വരെ ഓടി എരിയുന്ന ഒരു മൂവ്മെന്റിൽ ദൈവം ചിലരെ കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യാൻ പോവാ. ബ്രദറെ, ദൈവം അത് ചെയ്യാൻ പോവാ. എവിടുന്ന് വരുക? പത്തനംതിട്ട. പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. സ്തോത്രം. ഒരു ഭയങ്കര ദൈവപ്രവർത്തിക്കുള്ള വിളിയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഭയങ്കര ദൈവപ്രവർത്തി. പല തരത്തിൽ നീ വേദനയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? കർത്താവിനോട് പറയുന്നു, ഒരുപാട് ജോലി ചെയ്തു, എങ്ങ് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത് ശരിയാണോ? എത്രയിടത്ത് ജോലി ചെയ്തു? 15 എങ്ങും നിനക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പ്രശ്നത്തിലാ ജോലിയുടെ കാര്യത്തിൽ. ഇപ്പൊ ജോലി ഉണ്ടോ? ഇല്ല. കർത്താവിനോട് പറയുന്നു, നിന്റെ മേൽ ഭയങ്കര ഒരു ഹൈ കോളിംഗ് കിടക്കുക. നീ ഒരു ഭയമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. ഈ ജോലി വിട്ടിറങ്ങിയാൽ എനിക്ക് വേല ചെയ്യാൻ കഴിവുണ്ടോ? വേല ചെയ്യുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഉണ്ടോ? എന്നാ കർത്താവ് പറയുന്നു, ഒരു വിക്കനായ മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. മാത്യു എന്നാരെങ്കിലും ഉണ്ടോ? പപ്പ ഉണ്ടോ? പപ്പ മരിച്ചു. അന്ന് മുതൽ നിന്റെ വീടിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളാ. ഇപ്പൊ എത്ര വർഷമായി മരിച്ചിട്ട്? ഓഗസ്റ്റില്. അന്ന് മുതൽ പിന്നെയും ഭയങ്കര പ്രശ്നങ്ങളാ. ഈ കേരളം വിട്ടെവിടെങ്കിലും പോയി ജോലി ചെയ്തോ? ചെന്നൈ ചെയ്തു, ബാംഗ്ലൂർ ചെയ്തു, ഖത്തറിൽ ചെയ്തു, ഒരുപാടടുത്ത് ജോലി ചെയ്തു. പക്ഷെ കർത്താവിനോട് പറയുന്നു, നീ ഒരുപാടടുത്ത് ജോലി ചെയ്തു, ഇപ്പം ജോലി നഷ്ടപ്പെട്ടവനായി നീ വന്നിരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി, ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിന്നെ ഇറക്കാൻ പോവാ. ഇറങ്ങിയാൽ പട്ടിണിയാകുമോ എന്നൊരു ഭയമുണ്ട്. ആരെന്നെ കൈക്ക് പിടിക്കും എന്നൊരു ചിന്തയിൽ നീ മുന്നോട്ട് പോകുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആക്കി ദൈവം മാറ്റുക. ദൈവം മാറ്റുക. ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുക. നിന്നെ മനുഷ്യന്റെ ഫാനിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഫാനാക്കി ദൈവം നിന്നെ മാറ്റാൻ പോവുക. എന്നെ 37 എന്നൊരു സംഖ്യ കർത്താവിനെ കാണിക്കുന്നു. 37. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 37. ഈ 37 മുതലുള്ള ആമേൻ പുറകോട്ടുള്ള വർഷം എടുക്കുമ്പം നിന്റെ ജീവിതത്തിൽ എല്ലാം മേളിൽ നിന്നുള്ളവരുടെ പ്രശ്നങ്ങളായിരുന്നു. നിന്റെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരെ നിന്റെ ബിഹേവിയർ പ്രശ്നം, ആമേൻ നീ ജോലി ചെയ്യുന്നതിൽ തൃപ്തിയില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. കർത്താവ് പറയുന്നു, നിന്റെ മേലൊരു ഹൈ കോളിംഗ് കിടക്കുന്നു. ആ കോളിങ്ങിലൂടെ ഈ 37 വയസ്സ് കഴിയുമ്പോൾ 7 എന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. 37 ഈ വർഷങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചില പ്രവൃത്തി നിന്നിൽ ആരംഭിക്കാൻ പോവാ. ദുരാമനാഹതര നിന്റെ മൂത്ത തലമുറയെയും ഞാനൊരു ഭയങ്കര ദൈവപ്രവൃത്തിക്ക് വേണ്ടി പുറത്തെടുക്കും. നിന്റെ മൂത്ത തലമുറയുടെ ജനനം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വന്നത്, അല്ലേ? ആണോ? അതെ. ആമേൻ. മോനോ മോളോ? മോന്.
എന്നാൽ അവനെ ദൈവം മരണത്തിൽ നിന്ന് രക്ഷിച്ചു വൈകല്യമില്ലാതെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം അസാധാരണമായ ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. കർത്താവിനെ പേരെന്തോ ബിജോ കർത്താവിനെ കാണിക്കുന്നു. ഈ ഡിസംബർ 31 മുമ്പ് ദൈവം നിനക്കൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി, ഒരു വാതിൽ തുറക്കാൻ വേണ്ടി ഒരു വിളി, ഒരു ടെലിഫോൺ സന്ദേശം നിനക്ക് വരും. നീ ചോദ്യം ചെയ്യാതെ മുമ്പോട്ടിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയും, നീ ജോലി ചെയ്ത ഖത്തറിൽ ദൈവം വീണ്ടും നിന്നെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. നീ സുവിശേഷവുമായി ബന്ധപ്പെട്ടും ഈ ചെന്നൈ പോകും, ബാംഗ്ലൂരിൽ പോകും. ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം നടത്തിയെടുക്കും. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിന്റെ വീടിനകത്ത് 4 എന്നൊരു സംഖ്യ, 4 വ്യക്തികളുടെ മേലും അത്ഭുതകരമായ ചില വിടുതലും ദൈവ പ്രവൃത്തിയും ദൈവം ഇന്ന് അയക്കാൻ പോകുന്നു. ഈ ഡിസംബർ 31 മുമ്പ് നിന്റെ ജീവിതം ടേൺ ചെയ്യുകയും നീ ഒരു വലിയ വഴിയിലേക്കും പാതയിലേക്കും എത്തുമെന്നും ദൈവത്തിൻ്റെ ഫേവർ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഓർപ്പിക്കുകയാണ്. ഈ മകനെ ബ്ലസ് ചെയ്യുന്നു, ഈ മകനെ ബ്ലസ് ചെയ്യുന്നു. 20 നീ ഭയങ്കര ഒരു സ്ട്രഗിളിങ് ചെന്നായിരുന്നു. 20 ആ സ്ട്രഗിളിങ് കഴിഞ്ഞപ്പോൾ നീ തന്നെ, നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ട്? നിങ്ങളെ ദൈവം പ്ലക്ക് ചെയ്യും, പറിച്ച് എടുത്ത് ദൈവം നടാൻ പോവാ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഡിസംബർ 31 മുമ്പ് കുഞ്ഞെ ദൈവം ജീവിതത്തെ ഭയങ്കര വ്യത്യാസം വരുത്തും. ഇപ്പം നീ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുക, ജോലിക്ക് പോകണോ വേല ചെയ്യണോ ആണോ? ദൈവം പറയുന്നു, ഒരു സേർട്ടൻ പീരീഡ് ജോലി ചെയ്യൂ. അത് ഡിസംബർ 31 മുമ്പ് ദൈവം ഒരു തീരുമാനത്തിലെത്തിക്കുകയും നിന്നെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ദൈവം കൊണ്ടുവരും. വേറെ എങ്ങും പോകണ്ട. ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്തോടടുത്ത് ദൈവം ഒരു ചെറിയ ജോലി തരും. പക്ഷേ അതിനോട് ബന്ധപ്പെട്ട് മിനിസ്ട്രിയിൽ ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോകും. ആമേൻ. പീഡനം എന്ന് പറയുമ്പോൾ ചുമ്മാതെ എന്തെങ്കിലും പറയുന്നതല്ല. ക്രിസ്തു നിമിത്തമുണ്ടാകുന്ന ചില കഷ്ടം, ക്രിസ്തു നിമിത്തമുണ്ടാകുന്ന ആക്ഷേപങ്ങൾ, ക്രിസ്തു നിമിത്തമുണ്ടാകുന്ന പ്രതികൂലങ്ങൾ, റിജക്ഷൻസ്, തള്ളി പുറത്ത് കളയുന്നത്, ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം വരുമ്പോൾ ഓർത്തോണം, അതിനകത്ത് വെളിപ്പെട്ടു വരുന്ന ഒന്നിൻ്റെ പേരാണ് ദൈവശക്തി. ഇന്ന് പകൽ നിങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, കേട്ടോ അനീഷ് പാഷേ, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കോളേജിലെ പ്രൊഫസറാണ്. ആമേൻ. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജോലി വിട്ടുകളഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ വ്യക്തിയാണ്. ആമേൻ, സ്തോത്രം. പക്ഷേ നാം ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട് നിശ്ചയമായിട്ടും നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് തേജസ്സായി വെളിപ്പെടാൻ പോവുക, അത് അനുഗ്രഹമായി വെളിപ്പെടാൻ പോവുക, അത് നന്മയായി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ക്രിസ്തു നിമിത്തം നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമ്മെ തകർത്ത് കളയാനല്ല, നമ്മെ എത്തിക്കേണ്ട നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി ഉള്ളതാണ്. എനിക്ക് മനസ്സിലായത്, നമ്മുടെ കഷ്ടങ്ങൾ നമ്മെ ഒരു തീയാക്കി മാറ്റാൻ, ഒരു തീക്കഷ്ണമാക്കി മാറ്റുവാൻ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ, ആമേൻ, പദ്ധതിയും ഫുൾഫിൽ ചെയ്യാനുള്ള, ആമേൻ, വിലയായിരുന്നു നമ്മുടെ കഷ്ടങ്ങൾ. ദൈവത്തിൻ്റെ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളെ, ആമേൻ, അസാധാരണമായ ശുശ്രൂഷയിൽ
എന്നെയും നിങ്ങളെ എത്തിക്കുവാൻ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ഒന്ന് പ്രോസിക്യൂഷനിലൂടെ നമ്മൾ പോകുമ്പോൾ ദൈവശക്തി നമ്മളിൽ വെളിപ്പെടും. അതുകൊണ്ടാണല്ലോ ആമേൻ ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നപ്പോഴും ആമേൻ അവൻ ദൈവമുഖം കണ്ടു. ഇന്ന് പകൽ ഓർത്തോണം, കഷ്ടത ഇനി കുറയത്തില്ല, കഷ്ടത കൂടത്തേ ഉള്ളൂ. പ്രശ്നങ്ങൾ കുറയത്തില്ല, പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. യുദ്ധങ്ങൾ കുറയത്തില്ല, യുദ്ധങ്ങൾ നിന്നു പോകത്തില്ല, യുദ്ധങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യുദ്ധമില്ലാത്ത ഒരു ഭൂമി വേൾഡിൽ കാണത്തില്ല. ഏതെങ്കിലും തരത്തിൽ ചില യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുമ്പോൾ എന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രമുണ്ടായോ അന്ന് മുതൽ ഇന്നു വരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാ. അതുകൊണ്ട് ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. ദൈവം വന്ന ജനങ്ങളിൽ അവൻ്റെ ഫാനായി തീരാൻ, യെസ്, അവൻ്റെ ഫാനായി തീരാൻ, അവന് വേണ്ടി നിൽക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ എത്ര പേർ തയ്യാറാകും? അവന് വേണ്ടി നിങ്ങൾ ഫാനാകുമ്പോൾ നിങ്ങളുടെ വാ ചലിക്കും, നിങ്ങളുടെ കൈ ചലിക്കും, നിങ്ങളുടെ കാല് ചലിക്കും, നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. പൗലോസ് പറയുന്നു, കഷ്ടത, പട്ടിണി, ഉപദ്രവം ഇതെല്ലാം വരുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. നാം വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റണം. കർത്താവ് പറയുന്നു, വലിയ ശുശ്രൂഷ ചെയ്ത ആമേൻ ട്രാവൽ ചെയ്യുന്ന കഷ്ടത, പട്ടിണി, ഉപദ്രവം ഇതിലൂടെ പോകുന്ന പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ശൂലം മാറ്റണം. കർത്താവ് പറഞ്ഞു, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൃപയാ നമുക്ക് വേണ്ടിയത്, ദൈവിക സമാധാനമാണ് നമുക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. ചില പ്രോസിക്യൂഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ ക്രിസ്തു നിമിത്തമുള്ള ചില കഷ്ടങ്ങൾ, ആക്ഷേപങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഇതൊക്കെ വെളിപ്പെടുമ്പോൾ ഓർത്തോണം, ഇതിനപ്പുറത്ത് ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുകയാണ്. രണ്ട്, ആമേൻ, നാം മുന്നോട്ട് പോകുമ്പോൾ, ഈ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ ചില പ്രോമിസസ് നമ്മളോടുള്ളത് നിറവേറാൻ പോവാ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചില പ്രോമിസസ് നിറവേറാൻ പോവാ. ചില കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ ഓർത്തോണം, നിങ്ങൾക്കുള്ള ചില പ്രോമിസസ് ദൈവം നടത്താൻ പോകുന്നു. ചില പ്രോമിസസ് ദൈവം ഫുൾഫിൽ ചെയ്യാൻ പോകുകയാണ്. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ചിലരുടെ ചില സിക്നെസ്, രോഗം, നിങ്ങൾ അനുഭവിക്കുന്ന രോഗം, ചില വിട്ടുമാറാത്ത ആമേൻ വീസിങ്, വിട്ടുമാറാത്ത ചില കാലിൻ്റെ മേലുള്ള പെയിൻ, ഭയങ്കര വേദന, ഉറങ്ങാൻ പറ്റാത്ത വേദനകൾ, ഇങ്ങനെയുള്ള ചില സിക്നെസ്, ആമേൻ, ചില ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ആമേൻ, സ്തോത്രം. അപ്പോൾ കർത്താവിനോട് പറയുന്നു, ആരോടും പറയാതെ ആമേൻ, ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഇതുവരെയും രോഗം കണ്ടുപിടിക്കാത്ത ചില സിക്നെസ്, ഇതിനകത്തെല്ലാം ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. ചിലവരുടെ ഭയപ്പെടുന്ന ചില രോഗം, അതിനകത്തൊരു അത്ഭുത സൗഖ്യം കൽപ്പിക്കാൻ പോവാ.
എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇനി 10 മിനിറ്റ് കൂടെയുണ്ട്. എല്ലാവരും വായികളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരത്ഭുത സൗഖ്യം നിങ്ങൾക്ക് കൽപ്പിക്കാൻ പോവുക. ഒരത്ഭുത വിടുതൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുക. നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. യെശയ്യാവിൻ്റെ നാവിനെ തൊടാൻ സെറാഫീം എന്ന് പറയുന്ന ദൂതൻ ഒരു തീക്കട്ട എടുത്തു. അവൻ്റെ നാവിനെ തൊടുവിക്കുകയായിരുന്നു. ഒരടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ശുദ്ധീകരിക്കാൻ മാത്രമല്ല, അവൻ്റെ പ്രോഫറ്റിക്കൽ അട്രാക്ഷനിലേക്ക് അവനെ കൊണ്ടുപോകാൻ. ഇന്ന് പകൽ ദൈവം ചിലരുടെ നാവെ തൊടാൻ പോവുക. ചില പ്രോഫറ്റിക്കൽ അട്രാക്ഷൻ, അട്രാക്റ്റീവായ കാര്യങ്ങൾ നടക്കത്തക്കവണ്ണം ദൈവം നിന്നെ തൊടാൻ പോവുകയാണ്. കർത്താവോട് പറഞ്ഞു, ചിലരുടെ ക്യാൻസർ ഇന്ന് ഇവിടെ വെച്ച് അടിയറ പറയാൻ പോവാ. വിശ്വസിച്ച് വിശ്വസിച്ച് നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസേ, നീ അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവനാ. പൗലോസേ, നീ ഇനിയും ചില കാര്യം ചെയ്യാനുണ്ട്. ഇന്ന് പകൽ ഈ വാക്ക് വിശ്വസിക്കുന്നു. ഈ വാക്ക് വിശ്വസിക്കുന്നു. ഇത് വെറുതെ പറയുവല്ല. ദൈവം ഇതിനകത്ത് ചില വിടുതലുകൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആ പഴയ ആത്മശക്തി ഒന്ന് ഏറ്റെടുത്താട്ട്, വായികളെ ഒന്ന് തുറന്നാട്ട്, കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന കൊടുങ്കാറ്റുകൾ, മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന പെരുങ്കാറ്റുകൾ, പൗലോസേ, നിന്റെ കപ്പൽ ഉടഞ്ഞാലും നിനക്ക് കേടുവരാതെ ഞാൻ നിന്നെ പരിപാലിക്കും. നിനക്ക് കേടുവരാതെ, നിന്റെ ശുശ്രൂഷയ്ക്ക് കേടുവരാതെ ഞാൻ നിന്നെ പരിപാലിക്കും. ഉടരാ ജഗദന. കർത്താവ് എന്നോട് പറയുന്നു, ചിലരൊക്കെ ശുശ്രൂഷ നിന്നുപോകുമോ, ശുശ്രൂഷിക്കാൻ പറ്റുമോ, ഭാവി ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇല്ല. ഇന്ന് പകൽ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സിക്നസും, ഒരുമിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചേ, എല്ലാ സിക്നസും ഇപ്പോൾ മാറട്ടെ. എല്ലാ സിക്നസും, എല്ലാ ഇറിറ്റേഷനും, എല്ലാ വെല്ലുവിളിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. നിന്നുപോയ ചിലത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകും. സെറാഫീം, സെറാഫീം, നിന്റെ മിനിസ്ട്രി ചേഞ്ച് ചെയ്യുന്ന യെശയ്യാവിനെ തൊട്ട ദൂതൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽക്കുകയോ. സഗതര ജഗൽ പ്രവാദന. ഇതുവരെ പോയ റൂട്ട് ചേഞ്ച് ചെയ്യാൻ പോവാ. മതിന്ന് പറഞ്ഞെടുത്തുനിന്ന് ചിലത് തുടങ്ങാൻ പോവാ.
സ്നാനപ്പെടാത്തവര് സ്നാനപ്പെടാൻ പോവാ. യെസ്, ഇന്ന് പകൽ ഇതിനകത്ത് ചില ഷിഫ്റ്റിംഗ് നടക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തിന്റെ ഫാനായി മാറും? നിങ്ങൾ വാ തുറന്ന് സ്തുതിക്കുക ദൈവമക്കളെ, വാ തുറന്ന് കർത്താവിനെ ആരാധിക്ക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. ജഗൽ പ്രവാദനം പ്രവാദനം അർത്ഥമനഗതഗരഗടക ശബ്ദൽ റാബ ഖാലാബ ശബ്ദ. ഞങ്ങളുടെ കർത്താവേ, ഈ വന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ കുടുംബങ്ങളിൽ തലമുറകളെ നശിപ്പിക്കാൻ, കുടുംബങ്ങളിൽ തലമുറകളോട്, ഗ്രാൻഡ് ചിൽഡ്രനോട് എതിർത്ത് നിൽക്കുന്ന ശക്തികളെ ബ്രേക്ക് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കൊത്തിക്കൊണ്ടുപോയി റോങ് നിലയിൽ എത്തിക്കാൻ, വഴിവിട്ടോടിക്കാൻ ഒക്കെ നിൽക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളെ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവേ, ജോലി ഇല്ലാത്തവർക്ക് ജോലി തുറക്കണമേ. മിഷൻ ഫീൽഡിൽ വരണ്ടവര് വരട്ടെ. പൗലോസ് ഒരു പ്രീച്ചർ ആയതുപോലെ, അപ്പോസ്തലനും റൈറ്ററും ആയതുപോലെ ഇതിനകത്തുനിന്ന് ചില അപ്പോസ്തലന്മാർ പുറത്തു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യണമേ. ഇപ്പോൾ രോഗങ്ങൾ കംപ്ലീറ്റ് മാറട്ടെ, സിക്നെസ് മാറട്ടെ, ഭയം മാറട്ടെ. ആയുസ് ഷോർട്ടാക്കി വെച്ചിരിക്കുന്നതിനെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആയുസിന്റെ ദൈർഘ്യത കുറയ്ക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് ലോങ് ലൈഫിലേക്ക് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ. അത്ഭുതം ചെയ്താട്ടെ. സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.